ലാസ്റ്റ് ഞാൻ ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം കുറേ പേര് എന്നോട് പേഴ്സണലി വന്ന് ചോദിച്ച കാര്യം മിനോക്സിഡിൽ ഹെയർ ഗ്രോത്തിന് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് യെസ്, മിനോക്സിഡിൽ വളരെയധികം എഫക്റ്റീവ് ആണ് ഹെയർ ഗ്രോത്തിന്. പക്ഷേ മിനോക്സിഡിൽ നിങ്ങൾ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ മിനോക്സിഡിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ആക്ച്വലി മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷന് വേണ്ടി ഡോക്ടർ ടോപ്പിക്കലി അല്ല ഓറലി പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെഡിസിനാണ് ഈ മിനോക്സിഡിൽ എന്ന് പറയുന്നത്. സോ ആ ടൈമിൽ ഡോക്ടേഴ്സ് പേഷ്യൻസിന് ഇതുപോലെ മിനോക്സിഡിൽ കൊടുത്തപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പേഷ്യൻസിനൊക്കെ ഹെയർ ഗ്രോത്ത് എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തു. സോ അങ്ങനെയാണ് മനസ്സിലായത് മിനോക്സിഡിൻ്റെ സൈഡ് എഫക്റ്റ്, മിനോക്സിഡിൽ കഴിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതെന്ന്. സോ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം, മിനോക്സിഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് ടേം അല്ലെങ്കിൽ ലൈഫ് ലോങ് പ്രോസസ്സ് എന്ന് തന്നെ പറയാം. നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം. നിർത്തിക്കഴിഞ്ഞാൽ ആ കിളിച്ച മുടി എല്ലാം തന്നെ കൊഴിഞ്ഞു പോകും. സോ അതാണ് മിനോക്സിഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പക്ഷേ മിനോക്സിഡിൽ എന്ന് പറയുന്ന മുടി വളരാൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് യൂസ് ചെയ്യുമ്പം ആ ഹെയർ ഫോളിക്കിൾസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അങ്ങനെയാണ് ശരിക്കും ആ ബ്ലഡ് ഫ്ലോ കൂടി അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടി മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മിനോക്സിഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിന് വേണം മിനോക്സിഡിൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ എഫക്റ്റ് കൂട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡെർമാ റോളിങ് ചെയ്യണം. ആ റോളർ 0.25 mm തൊട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0.25 mm തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.